ഇടുക്കി മൂന്നാർ രണ്ടാം മൈലിൽ വിനോദസഞ്ചാരികളും നാട്ടുകാരും തമ്മിൽ സംഘർഷം. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളായ 8 വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റു. ഇവരെ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂന്നാർ സന്ദർശനത്തിനു ശേഷം ഇന്ന് തിരികെ പോകുന്നതിനിടെയായിരുന്നു സംഘർഷം. മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. ആഷിഖ്, എന്തിനായിരുന്നു സംഘർഷം? ആർക്കൊക്കെ പരിക്കുകളുണ്ട്? പോലീസ് കേസെടുത്തിട്ടുണ്ടോ? സച്ചിൻ, ഇന്ന് വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഏതാണ്ട് 26 അംഗ യുവാക്കളുടെ സംഘം മൂന്നാർ സന്ദർശനത്തിന് എത്തിയതായിരുന്നു. അവർ മടങ്ങുന്ന വഴിയിൽ പള്ളിവാസൽ രണ്ടാം മൈലിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടുത്തെ ട്രക്കിംഗ് ജീപ്പ് ഡ്രൈവർമാരുമായി ചില വാക്കേറ്റം ഉണ്ടാവുകയും തർക്കം ഉണ്ടാവുകയും പിന്നീട് അത് വലിയ സംഘർഷത്തിലേക്ക് പോവുകയുമായിരുന്നു. ഈ യുവാക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിലൊരു യുവാവിന്റെ മുഖത്ത് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവരെല്ലാം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഈ ഘട്ടത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ യുവാക്കളിൽ ഒരാളുടെ സ്വർണ്ണമാല നഷ്ടപ്പെട്ടു പോയി എന്നും പരാതി ലഭിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സംഘം എത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ തർക്കമുണ്ടായത്, വാക്കേറ്റം ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പരസ്പരം വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വലിയ ഭീകരാന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിച്ചത്. കഴിഞ്ഞ ഏതാനും നാളുകളായി മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെ അവിടുത്തെ പ്രാദേശികരായിട്ടുള്ള ആളുകൾ വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിനുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി കാണണം ഈ സംഭവത്തെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും എന്താണ് സംഘർഷ കാരണം എന്നുള്ളത് പോലീസും ഇപ്പോൾ വ്യക്തമായി തന്നെ പറയുന്നില്ല. അത് കൂടുതൽ അന്വേഷണം നടത്തണമെന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി.